നിരവധി ആരാധകരുള്ള നാട്ടാന ഈരാറ്റുപേട്ട അയ്യപ്പൻ ചരിഞ്ഞു. അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 4 മാസം മുമ്പ് 3 തവണ ആന കുഴഞ്ഞു വീണിരുന്നു. ബിനിൽ ലീല സാബു ചേരുന്നു വിവരങ്ങളുമായി. ബിനിൽ, ഈ നാട്ടാനകൾക്ക്, ലക്ഷണമൊത്ത നാട്ടാനകൾക്ക് വലിയ ഫാൻസ് ഉള്ള കാലമാണിത്. ഈ ഈരാറ്റുപേട്ട അയ്യപ്പനെ കുറിച്ച് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ആനയെക്കുറിച്ച് ആരാധകർ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അഴകിന്റെ മഴവിൽ കാവടി എന്നുള്ള വിശേഷണമാണ് ഈ ആനയ്ക്ക് ഉണ്ടായിരുന്നത്. വലിയ ആനപ്രേമികളുടെ വലിയ ഒരു സാഗരം തന്നെ ഈരാറ്റുപേട്ടയിലേക്ക്, ഈ ഈരാറ്റുപേട്ട അയ്യപ്പനെ കാണാൻ വേണ്ടി എത്തുമായിരുന്നു. ഉത്സവം കഴിഞ്ഞ് നാട്ടിലേക്ക് തീക്കോയിലുള്ള ജോസഫ് തോമസ് ഉടമയിലുള്ള ആനയാണ് ഇത്. അവിടെ ഉത്സവങ്ങൾ എത്തുമ്പോൾ പോലും അവിടേക്ക് ആളുകൾ എത്തുന്ന ഒരു ആനയായിരുന്നു. കഴിഞ്ഞ 4 മാസം മുമ്പ് ചടയമംഗലത്ത് ഉത്സവത്തിന് കൊണ്ടുപോയപ്പോഴാണ് വെച്ചാണ് ആദ്യമായി ഈ ആന കുഴഞ്ഞു വീഴുന്നത്. അതിനുശേഷം ഏറെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ തീക്കോയിലെ വീട്ടിൽ എത്തിച്ച് അവിടെ ചികിത്സ തുടരുകയായിരുന്നു. അതിനിടെയാണ് ചെരിഞ്ഞ നിലയിൽ ഇന്നലെ കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഇന്ന് നോക്കിയപ്പോഴാണ് ആന ചെരിഞ്ഞ നിലയിൽ കാണുന്നത്. അത് ചെരിഞ്ഞത് ഇന്നലെയാണ് എന്നാണ് ഉടമകളടക്കം പറയുന്ന ഒരു കാര്യം. എന്തായാലും വലിയ ആനപ്രേമി സംഘം തന്നെ, അതിന്റെ ഒരു പിന്തുണയും വലിയ ഒക്കെ ഉണ്ടായിരുന്ന ആനയാണ്. മാത്രമല്ല, തൃശ്ശൂർ പൂരത്തിന് രാത്രി തിടമ്പ് ഏറ്റിയിരുന്ന ആന കൂടിയാണ്. അങ്ങനെ ആനപ്രേമികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന, അല്ലെങ്കിൽ വലിയ ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്ന ആനയാണ് ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്നത്. ബിനിൽ ലീല സാബു, കോട്ടയത്ത് നിന്ന്.